ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ വിച്ച് ഇസ് ലീനിയർ ഓൾജിബ്ര, അതിനകത്ത് വരുന്ന ഈഗൺ വാല്യൂസ്, ഈഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു MCQ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെറിയ ഒരു കറക്ഷൻ ഉണ്ട് ആൻസറിൽ. സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ 15th ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫോർ ദ മെട്രിക്സ് A ഈക്വൽ ടു 6 2 2 3, ഇതൊരു 2x2 മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ്. ആൻഡ് ഈഗൺ വാല്യൂ ഈസ്, ഈഗൺ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് A B C D 8 1 both A and B and none of the above. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക ഇതിന്റെ ട്രേസ് കാണാനാണ്. ട്രേസ് കാണുമ്പോൾ നമുക്ക് 6 3 9 ഈ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ നമുക്കൊരു ടെൻഡൻസി വരും 8ഉം 1ഉം 9 ആണല്ലോ റിസൾട്ട് ചെയ്യുന്നത്, അതിന്റെ രണ്ടിന്റെയും സമ്മ. സോ ബോത്ത് A ആൻഡ് B എന്ന് നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നേക്കാം. ബട്ട് റിയൽ ആൻസർ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മൾ ഈഗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഈഗൺ വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കറിയാം, ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് ലാംഡ I വിച്ച് ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി നമ്മുടെ പക്കല് A ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ലാംഡായി ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 6 മൈനസ് ലാംഡ, പിന്നെ 2, then 2, then 3 മൈനസ് ലാംഡ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിറ്റർമിനന്റ് കാണണം. നമ്മൾ ഇതങ്ങ് ഡിറ്റർമിനന്റ് കണ്ടുവരുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് ലാംഡ I എന്ന് പറയുന്നത് നമുക്ക് ഏറെക്കുറെ ലാംഡ സ്ക്വയർ മൈനസ് 9 ലാംഡ പ്ലസ് 14. അപ്പൊ നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യണം. നമ്മളത് ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ലാംഡ മൈനസ് 7 ഇൻറ്റു ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന ഫോമിൽ കിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 7ഉം 2 ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് നൺ ഓഫ് ദി അബോവ്. ചിലപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് കുറച്ചങ്ങ് സമയം എടുത്തേക്കാം. ശരിക്കും പറയുവാണെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് ഈഗൺ വാല്യൂസ് കാണേണ്ടി വരുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ദെൻ സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫോർ 2x2 മെട്രിക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം: ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് A. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങോട്ടേക്ക് ഒറ്റ അടിക്ക് എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭവം സോൾവ് ചെയ്ത് ഈഗൺ വാല്യൂസ് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ മെട്രിക്സ് എന്തായിരുന്നു ശരിക്കും? A is equal to 6 2 2 3 അല്ലേ? A is equal to 6 2 2 3. ഇങ്ങനെ ഒരു 2x2 മെട്രിക്സ് ആയിരുന്നു. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എത്രയാണ്? 6 3 9. 6 plus 3 ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യുന്നു, 9 കിട്ടുന്നു. ദെൻ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് ഓഫ് A വിച്ച് ഇസ് ഈക്വൽ ടു 18 മൈനസ് 4 സമം എത്രയാണ് എനിക്ക് കിട്ടുന്നത്? 14. ഇനി ഞാൻ എൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇക്വേഷനിലേക്ക് എടുത്തെഴുതാൻ പോവുകയാണ്. അതായത് ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു ലാംഡ എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ലാംഡ. ദെൻ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് 14 ആണ്. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് ലാംഡ 1 ഇസ് ഈക്വൽ ടു 7ഉം അതുപോലെ തന്നെ ലാംഡ 2 ഇസ് ഈക്വൽ ടു 2 ആണ്. സോ ദീസ് ആർ ദി ആൻസേഴ്സ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട് ചെയ്തത്, A ഓർത്തോഗണൽ ആണെങ്കിൽ അതിന്റെ ഈഗൺ വാല്യൂസ് 44th ക്വസ്റ്റ്യൻ ആണ്. ആ സെയിം ക്വസ്റ്റ്യൻ ബാങ്കിലെ ഈഗൺ വാല്യൂസ് ആൻഡ് ഈഗൺ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്തില്ലായിരുന്നോ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. അതൊരു പ്രോപ്പർട്ടി ആണ്.
കുറച്ചൊരു തിയറി പാർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് എ ഓർത്തോഗണൽ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് എ ട്രാൻസ്പോസ് എ ഈസ് ഈക്വൽ ടു ഐ അല്ലേ? ദിസ് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്നല്ലേ? അതായത് എ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഈ ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസിന് ചില സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ ക്ലാസ്സസിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ കുറച്ച് കീ പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൽ വരുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈഗൺ വാല്യൂസ്. ഓർത്തോഗണൽ മെട്രിക്സ് എ എന്ന് പറയുന്നത് അതിന്റെ ഈഗൺ വാല്യൂസിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ 1 ആവാനായിട്ട് വരുന്നതിനുള്ള കാരണം ഈ ഓർത്തോഗണൽ മെട്രിക്സ് ആ വെക്ടറിന്റെ ലെങ്ത് പ്രിസർവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി സെക്കൻഡ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ടൈപ്സ് ഓഫ് ഈഗൺ വാല്യൂസ്. അതായത് ഓർത്തോഗണൽ മെട്രിക്സിന്റെ കേസിൽ ഈഗൺ വാല്യൂസ് ക്യാൻ ബി റിയൽ. അതായത് 1 അല്ലെങ്കിൽ -1, അതും അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം, ലൈക്ക് ഇ പവർ ഐ തീറ്റ അങ്ങനെയൊക്കെ വന്നേക്കാം. പക്ഷേ എല്ലായ്പ്പോഴും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, സപ്പോസ് നമ്മുടെ ഈഗൺ വാല്യൂസ് റിയൽ ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബോത്ത് സിമെട്രിക് ആൻഡ് ഓർത്തോഗണൽ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വന്നേക്കാം, 1 or -1 എന്നുള്ളത് ആപ്ലിക്കബിൾ അല്ലേ എന്നൊരു സംശയം വന്നേക്കാം. പക്ഷെ ഇത് ആപ്ലിക്കബിൾ ആവുന്നത് ഇൻ കേസ് നമ്മുടെ മെട്രിക്സ് സിമെട്രിക് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ മാത്രമാണ്. എ ഓർത്തോഗണൽ ആണെങ്കിൽ ഓൾവേസ് റിയൽ ആയിരിക്കും വരിക. പ്യുവർലി ഇമാജിനറി എന്ന കേസിൽ എന്തുകൊണ്ടാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തത്? ഓർത്തോഗണൽ മെട്രിസസിന്റെ കേസിൽ നമ്മുടെ ഐഗൺ വാല്യൂസ് പ്യുവർലി ഇമാജിനറി ആയിക്കൊള്ളണമെന്നില്ല. അത് റിയലും ആവാം കോംപ്ലക്സും ആവാം വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 ആവാം. സോ ദിസ് ഇസ് നോട്ട് ദ ഓപ്ഷൻ. അൺഡിഫൈൻഡ് ഈഗൺ വാല്യൂസ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ് ആർ വെൽ ഡിഫൈൻഡ്. സോ ദിസ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ, എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ് റിയൽ. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട്സ് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ, സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ടു ബി ഫ്രാങ്ക് കോംപ്ലക്സ് ആൻഡ് യു കാൺ ഫൈൻഡ് ഇറ്റ് ഇൻ ഓൺലൈൻ, അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുവാണെങ്കിൽ കമന്റ് ചെയ്യുവാണെങ്കിൽ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോർ സച്ച് വാല്യുബിൾ കണ്ടന്റ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.